ജാക്ക് പതിയെ അകത്തേക്ക് കടക്കുകയാണ്. അവൻ അവളെ കൂട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ നോക്കുന്നു. എൽമോണ്ടിനെയും രക്ഷപ്പെടുത്താൻ ഇസബെല്ല പറയുന്നുണ്ട്. അവനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഒരു രാക്ഷസൻ അവനെ ഭക്ഷണമാക്കാൻ വരികയാണ്. ജാക്ക് അപ്പോൾ മറഞ്ഞിരിക്കുന്നു. ആ രാക്ഷസനാണെങ്കിൽ എൽമോണ്ടിനെ പന്നികളുടെ കൂടെ വെച്ച് പാചകം ചെയ്യാൻ വലിയൊരു അടുപ്പിന് മീതെ വെച്ചിരിക്കുകയാണ്. ഈ സമയം ജാക്ക് കയറിലൂടെ വരുന്നത് കാണാം. അപ്പോൾ രാക്ഷസൻ ഇസബെല്ലയെ പിടിച്ച് അറുക്കാൻ നോക്കുന്നു. എന്നാൽ ജാക്ക് അവിടുന്ന് ഒരു കത്തിയെടുത്ത് രാക്ഷസനെ കുത്തുകയാണ്. അപ്പോഴേക്കും എൽമോണ്ടും ഇസബെല്ലയും അവിടെ നിന്ന് താഴേക്ക് വരും. ജാക്കിനെ അഭിനന്ദിച്ച് അവനൊരു കത്തി കൊടുക്കുന്നുണ്ട് എൽമോണ്ട്. അങ്ങനെ അവിടെ നിന്നും അവർ പോവാമെന്ന് പറയുകയാണ്. ഇനി കാണിക്കുന്നത് താഴെ കൊട്ടാരത്തിൽ രാജാവ് മരം വെട്ടിയാലോ എന്ന് ചോദിക്കുകയാണ്. ജാക്കും ഇസബെല്ലയും എൽമോണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു അരുവിയുടെ അടുത്തിരിക്കുകയാണ്. അവിടെ അവളുടെ മുറിയിൽ ജാക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അവർക്ക് സംഭവിച്ചതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വലിയൊരു രാക്ഷസൻ അവിടെ കിടന്നുറങ്ങുന്നത് കാണുന്നത്. അവനെ എണീപ്പിക്കാൻ ജാക്കും എൽമോണ്ടും തേനീച്ച കൂടെ അവന്റെ മുഖത്തേക്ക് ഇടുകയാണ്. പെട്ടെന്ന് തേനീച്ചയുടെ കുത്തുകൊണ്ട് രാക്ഷസൻ എണീക്കുന്നു. എന്നാൽ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു അത്ഭുതം പോലെ ഒരു തേനീച്ച രാക്ഷസന്റെ മുഖത്തേക്ക് ഒറ്റ കുത്തുകയാണ്. ആ കുത്തേറ്റ് രാക്ഷസൻ താഴേക്ക് വീഴുന്നു. ഇത് കണ്ടിട്ട് രാജകുമാരി ജാക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്.